അപ്പോൾ ഞാനും പാട്ട് പാടാൻ പോവാണ് കേട്ടോ. കൂട്ടുകാർക്ക് മനസ്സിലായില്ലല്ലോ, മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ അഞ്ജൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൂട്ടുകാർക്കൊക്കെ അറിയണ്ടാവും, നമ്മളെ നിലമ്പൂർ പാട്ടുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വൈകുന്നേരമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം ഒരു 9 മണി സമയമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ നിലമ്പൂർ ചന്തക്കുന്ന് റോഡൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് പിന്നെ അച്ചൂട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്, നടന്ന് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എൻട്രൻസ് ആണ് കേട്ടോ പാട്ടങ്ങാടീൻ്റെ. നമ്മളിവിടെ പാട്ടങ്ങാടി എന്നാണ് പറയുക കേട്ടോ. പാട്ടുത്സവം എന്നൊക്കെ ഇപ്പോൾ വന്ന പേരാണ്. നമ്മൾ ഇപ്പോൾ ഒരു ടൂറിസം ഫെസ്റ്റ് ആയതിൻ്റെ ശേഷമാണ് ഈ പാട്ടുത്സവം എന്നൊക്കെയുള്ള പേര് വന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ പാട്ടങ്ങാടി പാട്ട്, നിലമ്പൂർ പാട്ട് എന്ന് മാത്രമേ പറയേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വർണ്ണശബളമായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരു നിൽക്കുകയാണ് നമ്മളെ പാട്ടുത്സവത്തിൻ്റെ നഗരി. അപ്പോൾ വലിയ വലിയ യന്ത്രങ്ങളും അതിൻ്റെ ചെറിയ ചെറിയ യന്ത്രങ്ങളും ഒക്കെ അതാത് രീതിയിൽ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ തിക്കിലും തിരക്കിലും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ യന്ത്രഊഞ്ഞാലുണ്ട്, പിന്നെ ചെരിഞ്ഞ് കറങ്ങണതും വട്ടത്ത് കറങ്ങണതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എൻട്രൻസിലുള്ള വലിയൊരു യന്ത്രഊഞ്ഞാലാണ് കേട്ടോ. അതിന് യന്ത്രഊഞ്ഞാലെന്നാണ് നമ്മളെ നാട്ടിലൊക്കെ പറയാൻ, ഇനി വേറെ എന്തെങ്കിലും പറയുന്നില്ല. അപ്പോൾ ആ യന്ത്രഊഞ്ഞാലിൻ്റെ ചുവട്ടിൽ, ആനേൻ്റെ ചുവട്ടിൽ ആട്ടിൻകുട്ടീനെ കെട്ടിയ പോലെ ചെറിയൊരു മെഷീൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളത് കേട്ടോ. അവരവരെ പാട്ടിന് അപ്പുറത്ത് കറങ്ങുന്നുണ്ട്, ഇവരിപ്പുറത്ത് കറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെ ഇവിടെ പോലെ നമുക്ക് മെയിനായിട്ടുള്ളൊരു പരിപാടി ഇതാണല്ലോ, ഫുഡ് അടിക്കൽ. അത് ഈ അങ്ങാടിയിലുള്ള നമ്മളെ ഈ കോളിഫ്ലവർ പൊരിച്ചത്, മുളക് ബജി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു മുളക് ബജി വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ അച്ചൂട്ടൻ്റെ മുളക് ബജി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുലുക്കി സർബത്ത്, കുലുക്കി ബൂസ്റ്റ്, അത് ഇതെന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ അച്ചു ഒരു കുലുക്കി ബൂസ്റ്റ് വാങ്ങി, ഞാനും ഏട്ടനും കൂടെ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ ആ കുലുക്കി തന്ന് ബൂസ്റ്റൊക്കെ ഇട്ട് തന്നിട്ട് കുഴപ്പമില്ല, എന്നാലും വലിയ നമ്മളൊക്കെ ആ ഒരു കനം കുലുക്കി ഇതൊന്നും ഞാൻ കഴിക്കാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വലിയ പിടുത്തമില്ലാത്തത്. അപ്പോൾ അങ്ങനെ കുലുക്കി ബൂസ്റ്റൊക്കെ വാങ്ങി കഴിച്ചു. ഇപ്പുറത്ത് കുലുക്കി സർബത്താണെങ്കിൽ അപ്പുറത്ത് കുലുക്കി മനുഷ്യരാണ് കേട്ടോ. ഇവിടെ കുലുക്കി സർബത്ത് കുലുക്കുന്ന പോലെയാണ് ഈ മെഷീനിൽ അപ്പുറത്ത് ഇട്ടിട്ട് മനുഷ്യന്മാരെ കുലുക്കുന്നത്. ഇതിലിറങ്ങുന്നവരൊക്കെ കള്ളുകുടിയന്മാരെ മാതിരിയാണ് ആടിയിട്ടാണ് പോകുന്നത്. കാരണം ആ മെഷീൻ ഏത് വഴിക്ക് കൂടിയൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കി നിൽക്കുന്നത് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ ഇരിക്കുന്ന പോലെ അവസ്ഥ. അപ്പോൾ അടുത്ത ഐറ്റം ബോളി പായസമാണ് കേട്ടോ. നമ്മളെ പാട്ടങ്ങാടിയിലെ മെയിൻ ഒരു ഡിഷായിട്ട് പോകുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ, പാലട പായസവും ബോളിയും. അപ്പോൾ അതൊരു പ്ലേറ്റ് വാങ്ങി കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ റിട്ടേൺ വന്ന് നമ്മൾ ഗെയിമിംഗ് സെക്ഷനിൽ എത്തിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6 ബോളുണ്ട്. ആ ബോൾ ഇങ്ങനെ ഉരുട്ടി വിടുമ്പോൾ അത് ഏതൊക്കെ കള്ളിയിൽ നിൽക്കുന്നോ ആ കള്ളിയിലുള്ള അക്കങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ നമ്പർ എത്രയാണ് ആ നമ്പറിൽ അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, പ്രൈസ് ഉണ്ടാവും, അത് അവർ നമുക്ക് തരും. അപ്പോൾ നമ്മൾ അച്ചൂട്ടനാണ് ബോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ബോൾ അവൻ ഇട്ടിട്ടുണ്ട്, ബാക്കി ബോളും കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 ബോളുണ്ട്. 6 ബോൾ ഇടുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനുള്ള പ്രൈസ് തരും. അപ്പോൾ ഓരോരോ ബോളായിട്ട് ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന സൈഡിൽ കൂടി നല്ല ഈ ബോൾ പോകുന്നു കേട്ടോ. ഇതിലെന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉണ്ടാകും. അല്ലാതെ അപ്പോൾ 35 ഏറ്റവും വലിയ പ്രൈസ്. അതൊരു ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ. പക്ഷെ അതൊന്നും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല, ആരും കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ പാട്ടുത്സവത്തിന് ഇവർ വരുന്ന കാലം തൊട്ട് കൊണ്ടു നോക്കുന്നുണ്ട്, റിട്ടേൺ പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മൾ അച്ചൂട്ടൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് ഓരോ ബോളും ഇടുന്നത്. അപ്പോൾ അങ്ങനെ 6ാമത്തെ ബോളും ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് 25 കേട്ടോ. അപ്പോൾ 25-ലുള്ള പ്രൈസ് എന്താണെന്ന് കൂട്ടുകാർക്ക് കാണണ്ടേ. അപ്പോൾ അതിൻ്റെ ആൾ അത് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയത് ഒരു ജഗ്ഗാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. അവിടെ മുറം, ജഗ്ഗ്, ബേസിന്, പിന്നെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അതൊന്നും തൂക്കി പിടിച്ച് നടക്കേണ്ടി വന്നേനെ ആ പാട്ടങ്ങാടി കൂടെ മുഴുവൻ. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളതാണ് ഈ റിങ് ഇടുന്നത്. റിങ് ഇടാൻ നിന്നപ്പോഴേ ഞാൻ പറഞ്ഞു ആ ബൂസ്റ്റിൻ്റെ കുപ്പി ഇങ്ങ് എടുക്കുന്നു കേട്ടോ. പറഞ്ഞതുപോലെ 3ാമത്തെ 4ാമത്തെ റിങ് ഇട്ടപ്പോഴത്തേനും ചെറിയ ബൂസ്റ്റിൻ്റെ കുപ്പി നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും പാട്ടങ്ങാടി ചുറ്റിയതിൻ്റെ ക്ഷീണം നമുക്ക് മാറ്റാൻ ഒരു കുപ്പി ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗിഫ്റ്റായിട്ടൊരു ബൂസ്റ്റും ഒരു ജഗ്ഗും കിട്ടി. അത് രണ്ടും സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ വരുമല്ലോ. അങ്ങനെ ഞാൻ അത് രണ്ടും കയ്യിൽ പിടിച്ചു ഇങ്ങനെ നടന്നു. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഗ്ലാസ്സുകൾ എറിഞ്ഞ് വീഴ്ത്തുന്ന ഒരു ഗെയിമാണ് കേട്ടോ. എന്നുവെച്ചാൽ 3 ബോളിൽ ആ അടുക്കി വെച്ച ഒരു സ്റ്റാൻഡിൽ മൊത്തം ഗ്ലാസും തെറിപ്പിക്കണം. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നടന്നില്ല. 2ാമതും അവരൊന്ന് ഇട്ട് നോക്കി, അതും വിജയിച്ചില്ല. അപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ അവിടെ നിന്ന് കൂടെ പുറകോട്ട് പോന്നു. വീണ്ടും നമ്മൾ റിട്ടേൺ വന്നത് തൊട്ടപ്പുറത്താണിത് എയ്റോപ്ലെയിൻ കേട്ടോ. കുഞ്ഞു പിള്ളേർ കയറുന്ന എയ്റോപ്ലെയിനാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മളെ തോണി എല്ലാം ഉഷാറായിട്ട് കിടന്ന് ഊഞ്ഞാലാടുന്നുണ്ട്.
അതിൻ്റെ ഒരു സെൻറ്റർ മേലേക്ക് പോകുമ്പോൾ ആ ഏറ്റവും ടോപ്പിലുള്ള ആൾ താഴോട്ട് വരും എന്നുള്ള രീതിയിലാണ് അത് അത്ര ഉയരത്തിൽ അത് ആടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ ഞാൻ ഈ വക റൈഡിലൊന്നും കയറിയിട്ടില്ല. കയറാൻ എനിക്ക് പേടി. ഇതൊക്കെ കറങ്ങുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നല്ലാണ്ട് അതിലൊക്കെ കയറാൻ ഭയങ്കര പേടി കേട്ടോ. പറമ്പിൽ പോകുന്നത് വരെ പറയും ഊഞ്ഞാലിൽ കയറണം, തോണിയിൽ കയറണം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോൾ എനിക്ക് എൻ്റെ കൈ കാലം വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാലും വലിയ നല്ലൊരു രസമല്ലേ. ഒരുപാട് ആൾക്കാരും അതിൻ്റെ ഇടയിൽ എല്ലാവരും വർത്താനവും ചിരിയും കളിയും ബഹളവും, അതിൻ്റെ ഇടയിൽ കൂടി ഈ മെഷീൻ്റെ സൗണ്ടും ഈ ഓരോ യന്ത്രങ്ങളുടെ അടുത്തിരുന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാം കൂടെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബഹളമാണ്. എന്തായാലും യന്ത്രഊഞ്ഞാൽ ഈ കാണുന്നത് കുറച്ചും കൂടി ഭംഗിയിട്ട് അതിൽ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് അവർ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ എൻട്രൻസിലുള്ള യന്ത്രഊഞ്ഞാലാണ് കേട്ടോ. ഏതായാലും പാട്ടുത്സവത്തിന് പിന്നെ വരേണ്ട മെയിൻ ആൾ എത്തിയിട്ടില്ല. ശ്രീകുട്ടി എത്തിയിട്ടില്ല. അവൾ പഠിക്കാൻ പോയോടത്താണ്. അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൈഡിലൊന്നിനും കയറിയിട്ടില്ല കേട്ടോ. ഒരു ഇതിലും കയറിയിട്ടില്ല. വരണക്കിണറിൽ കയറണം കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അവൾ വരികയാണെന്നുണ്ടെങ്കിൽ അവളെയും കൂട്ടിയിട്ട് പോയി കയറാമെന്ന് എഴുതിയതുകൊണ്ട് ഒന്നിലും കയറിയില്ല. വെറുതെ ആ അങ്ങാടി കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഒരു ജ്യൂസ് കുടിച്ചു, ഒരു പായസം കുടിച്ചു, പിന്നെ ഇത് കോളിഫ്ലവർ അല്ല ബജി, മുളക് ബജി കഴിച്ചു. അങ്ങനെ കാഴ്ചകൾ കണ്ടാവും. ആ യന്ത്രഊഞ്ഞാൽ കറങ്ങുമ്പോൾ ആദ്യത്തേനേക്കാട്ടും നല്ല ഭംഗിയില്ലേ. കാരണം അത് കുറച്ചും കൂടി കളർഫുള്ളാണ് അതിൻ്റെ ഡിസൈനും അതിൻ്റെ ലൈറ്റ് സെറ്റിങ്സൊക്കെ. അപ്പോൾ അങ്ങനെ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക. അപ്പോൾ ഈ വലിയ യന്ത്രഊഞ്ഞാലിൻ്റെ ചുവട്ടിൽ ചെറിയൊരാൾ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. മറ്റേത് നേരെ ഇതായിട്ടാണ് കറങ്ങണമെങ്കിൽ ഇതൊരു ചെരിവുണ്ട്, ചെരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങുന്നത്, അതൊരു വേറൊരു മോഡൽ. അപ്പോൾ അങ്ങനെ ആയിട്ട് എല്ലാം നല്ല, ഞാൻ പറഞ്ഞല്ലേ, ചെറിയ ചെറിയ തൊട്ട് താഴെ ഒരു കുഞ്ഞു ഇത് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളുടേത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു ഇത് കണ്ടത്. കാരണം ചെറിയ പിള്ളേർ മേലേക്ക് കയറി പോവുക ഒരു വഴിക്കൂടെ, അപ്പുറത്തുകൂടെ അങ്ങനെ ഊർന്ന് വരുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞു പിള്ളേർ വരെ പിടിച്ച് കയറി മേലെ എത്തുമ്പോൾ ഇവർക്ക് പേടിയാവും. അവിടെ നിന്ന് കരയത് ആ മോള് കണ്ടോ, മേലെ കയറി താഴേക്ക് വരാൻ പറ്റുന്നില്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് മേലെ കയറി പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരത്തേക്ക് പേടിയായി. അപ്പോൾ റിട്ടേൺ കയറിയ വഴി കൂടെ തന്നെ തിരിച്ചു വരാച്ച് നോക്കുമ്പം കുട്ടികൾ മൊത്തം കയറുന്നുണ്ട്. അതിൽ പിന്നെ റിട്ടേൺ ഇപ്പുറത്ത് കൂടെ വന്ന് ഒരു വിധത്തിൽ പുള്ളിക്കാരി താഴെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പോൾ അതിൻ്റെ അടുത്തതാ നമ്മളെ നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പാട്ടിനോട് ഓടുന്നുണ്ട്. പിന്നെ നമ്മൾ ലേഡീസ് ഐറ്റംസ് കണ്ണിങ്ങനെ പുളിക്കുന്ന പോലെയുള്ള വിഭവങ്ങളാണ് ഇവിടെ. കമ്മലുകളോ അതോ ഇതോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതായത് ഞാനൊന്നും വാങ്ങിയിട്ടില്ല, കാരണം വാങ്ങേണ്ട കാര്യപ്പെട്ട ഒരാൾ വരാണ്ടല്ലോ. അപ്പോൾ അവളെയും കൂട്ടി പോയിട്ട് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ ഇത് നമ്മളൊരു ചോപ്പർ സംഭവം ഒന്ന് വാങ്ങണമെന്നുണ്ട്. എന്തായാലും ഇനി പോകുമ്പോൾ വാങ്ങാം. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ റിട്ടേൺ വന്ന്. അപ്പോൾ ഇനി പോകുമ്പോൾ കുറച്ച് ഹലുവ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം കഴിക്കാൻ അധികം ആരും കഴിക്കില്ല. അപ്പോൾ ഈ വെല്ലത്തിൻ്റെ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ചൊരു വാങ്ങിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഹൽവേൻ്റെയൊക്കെ ഒരു ഡിസൈനും മോഡലും കളറൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാതെ പോരാൻ തോന്നിയില്ല. അപ്പോൾ അത് മൊത്തത്തിൽ ഞാനൊന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. വായിലിങ്ങനെ വെള്ളം വരുന്നില്ലേ, അതേമാതിരി ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ പാട്ടുത്സവത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിലുള്ള കൂട്ടുകാരൊക്കെ എവിടെ പോയി എന്നറിയില്ല. എന്തായാലും ആ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമുക്ക് ടാറ്റാ.